ഇപ്പോൾ ഗവർണർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട PSC ചെയർമാനെ വിളിച്ചു വരുത്തിയ ഒരു സംഭവമുണ്ടായി. സർക്കാർ അതിനെ അതിരൂക്ഷമായാണ് വിമർശിച്ചത്. ഗവർണർക്ക് അങ്ങനെ ഒരു അധികാരമില്ലെന്നും ഗവർണർ ഇല്ലാത്ത അധികാരം പ്രയോഗിക്കാൻ ശ്രമിക്കുന്നു എന്നുമാണ് സർക്കാർ പറയുന്നത്. അങ്ങനെ ഒരു അധികാരം ഗവർണർക്കുണ്ട് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അല്ല, അത് BD സതീശന് എനിക്ക് തോന്നുന്നു ഭരണപരമായിട്ടുള്ള വലിയ പരിചയത്തിൻ്റെ കുറവുണ്ടെന്ന് തോന്നുന്നു. കാരണം അദ്ദേഹം ഒരു MLA ആയി പ്രവർത്തിച്ചു എന്നത് ഒഴിച്ചാൽ അദ്ദേഹം എവിടെയും ഒരു മന്ത്രിയായിട്ടോ ഒന്നും ഇതുവരെ പ്രവർത്തിച്ചിട്ടില്ല. ഒന്നുകിൽ അതായിരിക്കണം, അല്ലെങ്കിൽ ആരുടെയെങ്കിലും പ്രീതി പിടിച്ചു പറ്റാനായിരിക്കണം. രണ്ട് കാര്യങ്ങളാണ്. ഇപ്പോൾ വന്ദേമാതരത്തിൽ നമ്മൾ കണ്ടു. നോക്കൂ, നിങ്ങൾ നാഷണൽ കോൺഗ്രസ് പറയുന്നത് 2 സ്റ്റാൻസ പാരഗ്രാഫ് ഞങ്ങൾ പാടുമെന്നാണ്. ദില്ലിയിൽ പല നാടകം നടന്നു, അത് വേറെ കാര്യം. ബാക്കി സംസ്ഥാനങ്ങളിലെ എല്ലാ കോൺഗ്രസ് മുഖ്യമന്ത്രിമാരും പൂർണ്ണ അർത്ഥത്തിൽ വന്ദേമാതരം ആലപിച്ചു. നമ്മുടെ കർണാടക മുഖ്യമന്ത്രിയൊക്കെ പാടുന്നത് കേൾക്കുമ്പോൾ ആളുകൾക്ക് അത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം പൂർണ്ണാർത്ഥത്തിൽ വന്ദേമാതരം പാടും. ഹിമാചൽ പ്രദേശ് ആയാലും തെലുങ്കാന ആയാലും ഈവൻ കാശ്മീർ ആയാലും അവർ അതിനെയൊക്കെ സ്വീകരിച്ചു. പക്ഷേ ഇവിടെ ഒരു വരിയും പാടാൻ പാടില്ലെന്ന്. മാത്രമല്ല ഇവിടെ സർക്കുലർ ഇറക്കി. സാധാരണഗതിയിൽ വന്ദേമാതരം 2 സ്റ്റാൻസ പാടാം എന്നിവർ സമ്മതിച്ചതാണ്. ഇവർ പൂർണ്ണാർത്ഥത്തിൽ പാടില്ല, ഞങ്ങൾ 36 എടുത്ത തീരുമാനം. ശരി, അവരെ വാദം നിൽക്കട്ടെ. പക്ഷെ ആ വാദം വെച്ച് നോക്കിയാൽ ഇവർ സർക്കുലർ ഇറക്കുന്നത് എങ്ങനെയാണ്? അപ്പോൾ ലീഗുകാരുടെ താല്പര്യമാണ്. ഇവിടെ ഒരു വരി പോലും വന്ദേമാതരം പാടില്ല. അപ്പോൾ ഈ നിലപാടുകളിലെല്ലാം മുസ്ലിം ലീഗിൻ്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും അതുപോലത്തെ റാഡിക്കൽ എലിമെൻസിൻ്റെയും സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ടാണ് BD സതീശൻ പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ ഈ വന്ദേമാതരത്തിൻ്റെ കേസ് തന്നെ പറഞ്ഞു. വന്ദേമാതരവുമായി ബന്ധപ്പെട്ട് എഡ്യൂക്കേഷൻ മിനിസ്റ്ററുടെ നിർദ്ദേശപ്രകാരം അടക്കം അവിടെ ഒരു സർക്കുലർ ഇറങ്ങുന്നു. VD സവർക്കറുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യം ചോദിച്ച അധ്യാപകനെ സസ്പെൻഡ് ചെയ്യുന്നു. ഇങ്ങനെ കുറേയധികം സംഭവങ്ങൾ തുടർച്ചയായി കേരളത്തിൽ നടക്കുകയാണ്. അപ്പോൾ ഇതിന് പിന്നിൽ താങ്കൾ ഈ പറഞ്ഞതുപോലെയുള്ള ഇസ്ലാമിക രാഷ്ട്രീയ ഇടപെടലുകൾ, ജമാഅത്തെ ഇസ്ലാമി, താങ്കളിപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ കാര്യം പറയുന്നു, അതോടൊപ്പം മുസ്ലിം ലീഗിൻ്റെ തീരുമാനങ്ങളും പറയുന്നു. ഇത്തരത്തിൽ ഇസ്ലാമിക രാഷ്ട്രീയം ഈ അധികാര കേന്ദ്രങ്ങളിൽ സ്വാധീനമുറപ്പിച്ച് നടത്തുന്ന ഈ നീക്കം അപകടകരമായി മാറുന്നുണ്ടോ കേരളത്തിൽ? എന്താ സംശയം? വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിൽ പ്രധാനപ്പെട്ട ചുമതല വഹിക്കുന്ന സെക്രട്ടറിയെ വെച്ചിരിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ സംസ്ഥാന നേതാവ് തന്നെയാണ്. സംസ്ഥാനത്തെ നിരവധി മന്ത്രിമാരുടെ വകുപ്പുകളിൽ, ലീഗിൻ്റെ മാത്രമല്ല കോൺഗ്രസിൻ്റെ മന്ത്രിമാരുടെ വകുപ്പുകളിലും ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന തീവ്ര നിലപാടുള്ള ഇന്ത്യ വിരുദ്ധമായിട്ട് എപ്പോഴും അതിന് നേതൃത്വം നൽകുന്ന, അതറിയണേ മാധ്യമം പിന്നെ മീഡിയ കൊണ്ട് നമ്മൾ കണ്ടാൽ മതി. അവരുടെ ഒഫീഷ്യൽ ലീഡേഴ്സിനെ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിൽ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമി മുസ്ലിം ലീഗിനെ ആരാണ് കൂടുതൽ അവരെ കൂടെ നിൽക്കുന്നതെന്നാണ് ഇപ്പോൾ തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ രാജ്യമാസകലം ഈ CJP പോലെയുള്ള മൂവ്മെൻറ്റുകൾ അവർ ഉയർത്തിക്കാണിക്കുന്ന ഒരു കാര്യം, സ്കൂൾ ടീ ഖരോ എന്നൊരു ക്യാമ്പയിൻ കൊണ്ടുവരുന്നു, സ്കൂളുകളിലേക്ക് പോകുന്നു, മോശം സ്കൂളുകൾ ചൂണ്ടിക്കാണിക്കുന്നു ഒക്കെ ചെയ്യുന്നു. അതിനൊരു പരിഹാരമെന്ന നിലയിൽ കൂടിയാണ് ഈ PM ശ്രീ പോലെയുള്ള പ്രൊജക്റ്റുകൾ വരുന്നത്. ഇത് നടപ്പാക്കി കഴിഞ്ഞാൽ അത് സ്കൂൾ വിദ്യാഭ്യാസ നിലവാരത്തെ അടക്കം ഉയർത്തും എന്നതാണ് സർക്കാരും പറയുന്നത്. പക്ഷേ അത് കേരളത്തിൽ നടപ്പാക്കാത്തതിൽ ഈ ഇസ്ലാമിക രാഷ്ട്രീയ സംഘടനകളുടെ ഇടപെടൽ മാത്രമാണെന്ന് അങ്ങ് കരുതുന്നു? അത് തീർച്ചയായിട്ടും സമഗ്ര വിദ്യാഭ്യാസ നയമായി NEP 2020 കൊണ്ടുവന്നത് തന്നെ നിലവിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായത്തിലെ പരിമിതികൾ കണ്ടുകൊണ്ടാണ്. അതിൽ ആദ്യമായിട്ട് അവർ കണക്കാക്കിയത് ഇൻഫ്രാസ്ട്രക്ചറിലെ കാര്യമാണ്. കുട്ടികൾ ഏത് സാഹചര്യത്തിലാണ് പഠിക്കുന്നത്, അവർക്ക് തങ്ങളുടെ കലാ കായിക സാംസ്കാരിക സാഹിത്യ വാസനകൾ പരിപോഷിപ്പിക്കാനുള്ള സൗകര്യം ഉണ്ടോ, അവർക്ക് നല്ല പോഷകാഹാരം ലഭിക്കുന്നുണ്ടോ, അവർക്ക് നല്ല സ്മാർട്ട് ക്ലാസ്സുകളുണ്ടോ, അവർക്ക് നല്ല രീതിയിൽ പഠിക്കാൻ പറ്റിയ അന്തരീക്ഷം അതിനാണ് ഇത്രയും പണം ചെലവഴിക്കുന്നത്. പിന്നെ ആണ് കരിക്കുലത്തിലേക്ക് വരുന്നത്, നൈപുണ്യ വികസനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് വരുന്നത്. ഈ 2 മേഖലയും സമഗ്രമായിട്ട് പരിശോധിച്ചിട്ടാണ് PM ശ്രീ നടപ്പാക്കിയിരിക്കുന്നത്. അത് 10,000-കണക്കിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇന്ത്യയിൽ വലിയ മാറ്റം ഉണ്ടായിരിക്കും. ഇപ്പോൾ കലാലയങ്ങളുടെ കാര്യമെടുത്താൽ തന്നെ മുൻപ് കൊച്ചി മഹാരാജാസ് കോളേജിൽ അവിടുത്തെ പ്രിൻസിപ്പാളിൻ്റെ കസേര കത്തിച്ച സംഭവം ഉണ്ടായിട്ടുണ്ട്. വിക്ടോറിയ കോളേജിൽ ഒരു അധ്യാപികയ്ക്ക് അവർക്ക് കുഴിമാടമൊരുക്കിയ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇത് ഈ അടുത്ത് കാലടി സർവകലാശാലയിൽ വീണ്ടും ശവമഞ്ചം ഒരുക്കുന്ന ദൃശ്യവും കണ്ടു. ഈ രീതിയിൽ ഈ ഇടത് വിദ്യാർത്ഥി സംഘടനകൾ ഈ കലാലയങ്ങളിൽ തീർക്കുന്ന ഇത്തരം അരാജകത്വം സാംസ്കാരികപരമായി ചിന്തിക്കുമ്പോൾ വളരെ മോശപ്പെട്ട ഒരവസ്ഥ, അത് കൂടി വരുന്ന ഒരു സാഹചര്യമുണ്ടോ കേരളത്തിൽ ഇപ്പോൾ? അതായത് അവർ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് ശേഷം CPIM-നും അവരുടെ അനുബന്ധ സംഘടനകൾക്കും വലിയ തകർച്ച ഉണ്ടായിരിക്കും. പക്ഷേ ആ തകർച്ചയിൽ നിന്ന് നേരിടാൻ കൂടുതൽ ശ്രദ്ധ പിടിക്കാൻ ആവശ്യമായിട്ടുള്ള അക്രമാസക്തമായിട്ടുള്ള സമരങ്ങളിലേക്ക് അവർ പോകണമെന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ അതിവിടെ വിജയിക്കില്ല. എന്താ കാരണം എന്നറിയോ? ആളുകളെ അതിന് കിട്ടുന്നില്ല.
ഇപ്പം തന്നെ ഇവർ വീണാ വിജയൻ്റെ കേസിൽ ഞങ്ങൾ പ്രതിരോധം ഒരുക്കുമെന്ന് പറഞ്ഞില്ലേ? എനിക്ക് തോന്നുന്നില്ല അതൊരു പാർട്ടിയിലെല്ലാവരും അതിനെ അനുകൂലിച്ച് രംഗത്ത് വരുന്നു. ഇപ്പോൾ SFIക്ക് ഒന്നും ആളില്ല. ഞാൻ വിലയിരുത്തുന്നത് DYFIയുടെ സമ്മേളനം ഇപ്പോൾ കഴിഞ്ഞ ദിവസം കഴിഞ്ഞു. DYFI സമ്മേളനം നടന്നത് ആ ഒരു നാടകം അവതരിപ്പിച്ചതിന് ശേഷം ഉണ്ടായ ഒരു സംഭവത്തിൻ്റെ പേരിൽ മാത്രമാണ്. ആ നാടകത്തിനെതിരെ ആരും ശബ്ദിച്ചിരുന്നില്ല എന്ന് വിചാരിക്കുക. അവരുടെ സമ്മേളനം ഇവിടെ ആരും അറിയാൻ പോകുന്നില്ലായിരുന്നു. ആ നാടകത്തിനെതിരെ പല സാമൂഹ്യ മാധ്യമങ്ങളിലും ആൾക്കാർ പറയാൻ തുടങ്ങിയപ്പോഴാണ് അത് വേറൊരു ഇതിലേക്ക് അവരെ സമ്മേളനം തന്നെ ശ്രദ്ധപ്പെടും. പണ്ട് അങ്ങനെയാണോ DYFI? ഞാനൊക്കെ യുവമോർച്ചയിൽ പ്രവർത്തിക്കുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ ഇത് കണ്ട് വിദ്യാർത്ഥി സംഘടനയിൽ പ്രവർത്തിക്കുമ്പോൾ SFI DYFI എന്ന് പറഞ്ഞാൽ കേരളത്തിൽ അത് അജയ്യമായൊരു ശക്തിയായിരുന്നു. ഇന്ന് അവരുടെ സാന്നിധ്യം കുറഞ്ഞിരിക്കുന്നു. സ്കൂൾ കോളേജ് യൂണിയൻ അവർ പിടിക്കുന്നത്, കോളേജ് യൂണിയൻ പിടിക്കുന്നത് റെഗുലർ കോളേജ് കുട്ടികളില്ലാത്തത് കൊണ്ട് അവർക്ക് എളുപ്പത്തിൽ കിട്ടുന്നതാണ്, അല്ലാതെ അതൊന്നുമല്ല. ആ രണ്ട് സംഘടനകളും SFI ആയാലും DYFI ആയാലും അവർ കൂടുതൽ ഇനി അക്രമാസക്തം ആവുകയുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ശ്രദ്ധ പിടിച്ചു പറ്റണം, അല്ലാതെ അവർക്ക് ബഹുജന പിന്തുണ, വിദ്യാർത്ഥികളുടെ പിന്തുണ, യുവാക്കളുടെ പിന്തുണ കിട്ടുന്നുണ്ടല്ലോ. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വീണ വിജയനുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം മുഹമ്മദ് റിയാസിനെ കേന്ദ്രീകരിച്ചും ഒക്കെ അന്വേഷണം ഈ CMRL കരിമണൽ കമ്മീഷൻ അഴിമതിയുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഇതിനു മുൻപും ഇലക്ഷന് മുൻപും ഇത് അന്വേഷിക്കുകയും പക്ഷേ അവരുടെ അന്വേഷണം പാതി വഴിയിൽ നിലയ്ക്കുകയും ചെയ്തതാണ്. ഏതെങ്കിലും തരത്തിലൊരു അറസ്റ്റിലേക്ക് പോവുകയോ റിക്കവറിയിലേക്ക് പോവുകയോ ഒന്നും ഉണ്ടായില്ല. പക്ഷേ ഇപ്പോൾ വീണ്ടും ED മുന്നോട്ട് വരികയും ചെയ്യുന്നുണ്ട്. ED ഇപ്പോൾ നടത്തുന്ന അന്വേഷണം അത് കാര്യക്ഷമമാണെന്ന് കരുതുന്നുണ്ടോ? അതൊരു ഫലപ്രാപ്തിയിലെത്തും എന്ന് താങ്കൾ? അല്ല, അതിൽ അന്വേഷണം നിലയ്ക്കാനുണ്ടായ കാരണം ദില്ലി ഹൈക്കോടതിയിലും കേരള ഹൈക്കോടതിയിലും കരിമണൽ കമ്പനി നടത്തിയ നിയമപരമായ നീക്കങ്ങളാണ്. അവർ ഈ അന്വേഷണത്തെ പിണറായി വിജയൻ അവരെ ഉപയോഗിച്ച് പലതരത്തിലുള്ള തടസ്സവാദങ്ങൾ ഉന്നയിച്ചു. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയാണെങ്കിൽ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ അത് കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ അനുമതി കൊടുത്തതേയില്ല. ഞാൻ കോടതിക്കെതിരെ വിമർശനം ഉന്നയിക്കുന്നതല്ല, പക്ഷേ നിർഭാഗ്യവശാൽ ആ ജഡ്ജി ഭരണം മാറിയതിന് ശേഷമാണ് ഉടനെ തന്നെ ഈ ഒരു അനുമതി നൽകുന്നത്. അതിനുശേഷമാണ് ED മുന്നോട്ട് പോയത്. EDക്ക് വ്യക്തമായിട്ടുള്ള തെളിവുകൾ ലഭിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവരൊരു പത്രക്കുറിപ്പ് തന്നെ ഇറക്കിയിട്ടുണ്ട്. മണി ലോണ്ടറിങ് നടന്നിരിക്കുന്നു, വൻതോതിൽ കോഴ, ഈ പറയുന്ന 2,77,00,000 രൂപയുടെ കോഴ മാത്രമല്ല, വൻതോതിൽ പണം അവർ തന്നെ സമ്മതിച്ച പണം 100 കോടിയിലധികം ഉണ്ട്. അതിനപ്പുറത്തേക്ക് വലിയ തോതിൽ പണം കേരളത്തിലെ ഭരണ പ്രതിപക്ഷ കക്ഷികളിലെ നേതാക്കന്മാർക്ക്, പത്രമാധ്യമങ്ങളിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക്, പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് അടക്കം അവർ പണം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ തെളിവുകളും വിവരങ്ങളും അന്വേഷിച്ചാണ് ഇപ്പോൾ ED പോകുന്നത്. കുറേയധികം വിവരങ്ങളും കാര്യങ്ങളും അക്കൗണ്ടുകളും വിദേശത്തേക്ക് പണം കൈമാറിയതിൻ്റെ വിവരങ്ങളൊക്കെ അവർ കിട്ടിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു തരത്തിലുള്ള തടസ്സവും ഉണ്ടാവേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ചേർത്ത് പറയേണ്ടത് ആദ്യഘട്ടത്തിൽ CPIM അന്ന് പിണറായി വിജയൻ്റെ തിരുവനന്തപുരത്തെ വീട്ടിൽ ED റെയ്ഡ് നടത്തുമ്പോൾ അതിനെതിരെ പ്രതിഷേധിക്കാനും അതിനെതിരെ ശബ്ദിക്കാനും CPIMൻ്റെ നേതാക്കളും പ്രവർത്തകരും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ, പിണറായി വിജയൻ നേരിട്ട് വന്ന് വാർത്താസമ്മേളനം നടത്തി പ്രതിരോധം തീർക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെത്തി. പാർട്ടിയിൽ ഇത് വലിയൊരു അന്തഃഛിദ്രത്തിന് കാരണമാകുന്നു എന്ന് കരുതുന്നുണ്ട് ഈ കേസ്, ഈ സ്പെസിഫിക് കേസ്? അല്ല, അതിലൊരു കാര്യം അവർക്ക് ആകെ ഇനി ചെയ്യാൻ പറ്റുന്നത് ഞങ്ങളെ വേട്ടയാടുന്നു എന്ന് പറഞ്ഞിട്ടൊരു പൊതുയോഗങ്ങളും ഒരു മാർച്ചുകളൊക്കെ നടത്താൻ പറ്റും. പക്ഷേ EDയെ ഇനി തൊടാൻ അവർക്ക് ധൈര്യം വരില്ല. കാരണം EDയെ തൊട്ടപ്പോൾ, ആദ്യം തിരുവനന്തപുരത്ത് ED അന്വേഷണ സംഘത്തിനെ ആക്രമിച്ചപ്പോൾ ഇവിടുത്തെ സർക്കാർ ഒന്ന് കണ്ണടച്ചു. ഈ ഗവൺമെൻറ്റിൻ്റെ പോലീസ് തന്നെയാണ് അവർക്ക് എല്ലാ വിധത്തിലുള്ള ഒത്താശയും ചെയ്തു കൊടുത്തത്. പക്ഷേ ED വളരെ വ്യക്തമായ തെളിവുകളോടെയാണ് കോടതിയെ സമീപിച്ചത്. അന്വേഷണം തടസ്സപ്പെടുത്തിയാൽ ഇനി ഇവർക്ക് ഈ കേരള പോലീസിനെ നോക്കേണ്ട കാര്യമില്ല. ED അന്വേഷണ സംഘത്തെ തടസ്സപ്പെടുത്തുകയും പിണറായി വിജയൻ സർക്കാർ ഉണ്ടായിരുന്നത് പോലെ ഭീഷണി മുഴക്കുകയും ഒക്കെ ചെയ്യാനാണ് വീണ്ടും UDF സർക്കാർ ശ്രമിക്കുന്നതെങ്കിൽ അതിനെ നേരിടാൻ കേന്ദ്ര പോലീസിന് യാതൊരു, കാരണം നിയമപരമായി ഭരണഘടനാപരമായി അതിന് സംരക്ഷണം കൊടുക്കേണ്ട ബാധ്യതയുണ്ട് പോലീസ്. അപ്പോൾ ഈ പോലീസ് അത് പരാജയപ്പെട്ടാൽ കേന്ദ്ര പോലീസിന് അത് നിഷ്പ്രയാസം ചെയ്യാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് എൻ്റെ ഒരു തോന്നൽ, കുറച്ച് ഒരു പേരിനൊരു പ്രകടനം നടത്താനല്ലാതെ ഈ വിഷയത്തിൽ എല്ലാവർക്കും അറിയാം. ഇപ്പം ദേശാഭിമാനി തന്നെ ഓണപ്പതിപ്പിൽ എപ്പോഴാണ് കള്ളൻ വിജയൻ എന്ന് പറഞ്ഞ് വെറുതെ അയാളെ പണി പോയില്ലേ? ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ എല്ലാവർക്കും അറിയാം എങ്ങനെയാണ് ഈ അഴിമതിയൊക്കെ നടന്നിരിക്കുന്നതെന്ന്. അതുകൊണ്ട് ഇതിൽ അണികൾ കിട്ടും എന്നുള്ള പ്രതീക്ഷ എനിക്കില്ല.